തൃക്കാക്കര നഗരസഭയിൽ ഭരണ പ്രതിസന്ധി രൂക്ഷമെന്ന് പ്രതിപക്ഷം. UDF ഭരണസമിതിക്ക് കീഴിലുള്ള നഗരസഭയിൽ മാസങ്ങളായി സ്ഥിരം സെക്രട്ടറിയില്ല. സെക്രട്ടറി നിയമനത്തെ ചൊല്ലി ഭരണപക്ഷത്തെ പ്രധാന കക്ഷികളായ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കമാണ് പ്രതിസന്ധിക്ക് പിന്നിലെന്നാണ് ആരോപണം. ഭരണതലത്തിലെ അനിശ്ചിതത്വം മൂലം വിവിധ ആവശ്യങ്ങൾക്കായി നഗരസഭാ ഓഫീസിലെത്തുന്ന ജനങ്ങളും പ്രതിസന്ധി നേരിടുകയാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള നഗരസഭയാണ് തൃക്കാക്കര. എന്നാൽ ഈ നഗരസഭയിലെ പ്രധാന ഭരണ ചുമതല വഹിക്കേണ്ട സ്ഥിരം സെക്രട്ടറിയുടെ കസേര മാസങ്ങളായി ഒഴിഞ്ഞുകിടക്കുകയാണ്. സ്ഥിരം സെക്രട്ടറി ഇല്ലാത്തത് നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സെക്രട്ടറി നിയമനത്തെ ചൊല്ലിയുള്ള ഭരണപക്ഷത്തെ കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഉയരുന്ന ആരോപണം. വിവിധ ആവശ്യങ്ങൾക്കായി നഗരസഭ ഓഫീസിലെത്തുന്ന സാധാരണക്കാർക്ക് തങ്ങളുടെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ദിവസങ്ങളോളം നഗരസഭയിൽ കയറിയിറങ്ങേണ്ട അവസ്ഥയാണെന്നും പരാതിയുണ്ട്. നഗരസഭയിൽ സെക്രട്ടറിയെ കണ്ടുകിട്ടാൻ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചാലെങ്കിലും വിസ്മയമുണ്ടാകുമോ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഒട്ടനവധി പദ്ധതികൾ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നഗരസഭയിലെ 48 വാർഡുകളിലും ചെയ്യേണ്ട വർക്കുകൾ തുടങ്ങേണ്ട സമയം കഴിഞ്ഞിട്ടും കോൺട്രാക്ടർമാർ വർക്കുകൾ തുടങ്ങിയിട്ടില്ല. നാളിതുവരെ 3 മാസമായിട്ട് ഈ ഒരു സെക്രട്ടറിയെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരുടെയും തീരുമാനം നമ്മളെല്ലാവരും കൂടി തനിഞ്ഞിറങ്ങി ഒരു സമരം നടത്തിയാലെങ്കിലും ഈ വിസ്മയം ഒന്നും ഉണ്ടാവുമോ, ഒരു സെക്രട്ടറിയുടെ വിസ്മയം ഉണ്ടാവുമോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നാൽ നഗരസഭയിൽ ഭരണപ്രതിസന്ധി എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ തള്ളുകയാണ് ഭരണപക്ഷം. ഇതുവരെ നഗരസഭ നടപ്പിലാക്കിയ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് പ്രതിപക്ഷത്തെ ഭരണപക്ഷം പ്രതിരോധിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടേ എന്നതുകൊണ്ട് മാത്രം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ആക്ഷേപമാണ് ഇതെന്നാണ് ചെയർമാൻ റാഷിദ് ഉള്ളംപള്ളിയുടെ പ്രതികരണം. ആരോപണം തന്നെ അടിസ്ഥാനരഹിതമാണ്. തൃക്കാക്കര നഗരസഭ എന്നുള്ള കേരളത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സെക്രട്ടറി ഇല്ലാത്തതുകൊണ്ട് ദൈനംദിന പ്രവർത്തനം നടക്കാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം സെക്രട്ടറി റിട്ടയർഡായി പോയ സാഹചര്യത്തിൽ AXക്ക് അധിക ചുമതല കൊടുത്തിട്ടുണ്ട്. 100% ഒരു പ്രതിസന്ധി തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഇല്ല. ഈ നഗരസഭയുടെ അധികാരം തുറന്നിട്ട് നമ്മൾ ഡിസംബർ മാസം അധികാരത്തിൽ വന്നു. കഴിഞ്ഞ മാർച്ച് 31 കഴിഞ്ഞ ഭരണസമിതി ആയിരുന്നു. ഈ രണ്ട് മാസവും 9 ദിവസം തൃക്കാക്കര മുനിസിപ്പാലിറ്റി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ആദ്യമായി മുന്നോട്ട് വെച്ചാണ് ലഹരിക്കെതിരെ ക്യാമ്പയിൻ. ഈ 2.5 മാസം കൊണ്ട് നഗരസഭയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും അതെല്ലാം 2.5 മാസം കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ള യാഥാർത്ഥ്യം. സെക്രട്ടറി നിയമനത്തിൽ പാർട്ടികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തുടരുന്നതിനിടെ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് നഗരസഭയിലെത്തുന്ന സാധാരണക്കാരാണ്. തർക്കങ്ങൾ എത്രയും വേഗം പരിഹരിച്ച് സ്ഥിരം സെക്രട്ടറിയെ നിയമിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. സ്ഥിരം സെക്രട്ടറിയുടെ അഭാവം തുടർന്നാൽ നഗരസഭയുടെ ഭരണ നടപടികൾ ഇനിയും വൈകുമോ എന്ന ആശങ്ക ശക്തമാണ്. രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം ജനങ്ങൾക്ക് സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള ഇടപെടലാണ് തൃക്കാക്കരയിൽ ഇനി ആവശ്യം. തൃക്കാക്കരയിൽ നിന്ന് ക്യാമറമാൻ അഫ്സൽ രാജിനൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.